എല്ലാവർക്കും നീൽസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിംഗർ പ്രിന്റ് സെർച്ചറിലെ മുൻവർഷ ചോദ്യങ്ങളാണ്. അതിൽ കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾസ് ഹാവ് ലാർജർ ബോണ്ട് ആംഗിൾ? NF3, PF3, ASF3, SbF3. അതായത് തന്നിരിക്കുന്ന മോളിക്യൂൾസിൽ ഏത് മോളിക്യൂളിനാണ് ഏറ്റവും വലിയ ബോണ്ട് ആംഗിൾ എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോണ്ട് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആദ്യം പരിചയപ്പെടാം. ബോണ്ട് ആംഗിൾ ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ സെവറൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ഹൈബ്രിഡൈസേഷൻ, ലോൺ പെയർ റിപ്പൾഷൻ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ആൻഡ് സൈസ് ഓഫ് ദ ആറ്റം. ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും മെയിൻലി ഈ 4 കാര്യങ്ങൾ ഓർത്തു വെക്കുക. നമുക്കറിയാം ഒരു മോളിക്യൂളിലെ ഹൈബ്രിഡൈസേഷൻ, അതായത് sp2, sp3 ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൈബ്രിഡൈസേഷന്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷന്റെ ഇത് കൂടുന്നതിന് അനുസരിച്ച് നമുക്ക് ബോണ്ട് ആംഗിൾ ഡിക്രീസ് ചെയ്യുന്നു പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം sp ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അതിലെ എസ് ക്യാരക്ടറിന്റെ പെർസെൻറ്റേജ് വരുന്നത് എത്രയാണ്? 50% ആണ്. അത് sp2 ആണെങ്കിൽ നമുക്ക് അവിടെ 1/3 മാത്രമേ വരുന്നുള്ളൂ. അതേസമയം sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ 1/4 മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ഒരു മോളിക്യൂൾ കൂടുകയാണെങ്കിൽ, ഹൈബ്രിഡൈസേഷനിൽ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കൂടുകയാണെങ്കിൽ ബോണ്ട് ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നു പറയാൻ പറ്റും. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ബോണ്ട് ആംഗിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു hybridization. This means that as the hybridization increases, the bond angle decreases. Otherwise, the more s character in the hybrid orbital, the larger the bond angle. Okay. ഇനി രണ്ടാമതൊരു കാര്യം, നമ്മുടെ ബോണ്ട് ആംഗിൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോൺ പെയേഴ്സ് ആണ്. ഓക്കെ, നമുക്കറിയാം ഒരു മോളിക്യൂൾസിൽ ബോണ്ട് പെയേഴ്സ് ഉണ്ടാവും, അതുപോലെ ലോൺ പെയേഴ്സ് ഉണ്ടാവും. അതായത് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോൺ പെയർ അല്ലെങ്കിൽ ലോൺ പെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ ഒരു മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ CH4, അതിൽ നോക്കുകയാണെങ്കിൽ അതിൽ എന്തില്ല? ലോൺ പെയേഴ്സ് ഇല്ല. അതേസമയം നമ്മൾ NH3 മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ലോൺ പെയർ ഉണ്ട്. H2O മോളിക്യൂളിലാണെങ്കിൽ 2 ലോൺ പെയേഴ്സ് ഉണ്ട്. അപ്പോൾ ബോണ്ട് ആംഗിൾ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോൺ പെയേഴ്സിന്റെ പ്രസൻസ് കൂടുന്തോറും നമുക്ക് ബോണ്ട് ആംഗിൾ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ CH4 മോളിക്യൂളിൽ നമുക്ക് ആംഗിൾ വരുന്നത് 109.5 ഡിഗ്രി ആണെങ്കിൽ NH3യിൽ ഒരു ലോൺ പെയറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ആംഗിൾ കുറഞ്ഞു, അത് നമുക്ക് 107 ഡിഗ്രിയാണ് വരുന്നത്. അതേസമയം H2Oയിൽ 2 ലോൺ പെയറിന്റെ പ്രസൻസ് കൊണ്ട് അവിടെ 104.5 ഡിഗ്രി മാത്രമേ ആംഗിൾ വരുന്നുള്ളൂ. അപ്പോൾ ലോൺ പെയറിന്റെ പ്രസൻസ് നോക്കിയാൽ ബോണ്ട് ആംഗിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ഓൺ ദ സെൻട്രൽ ആറ്റം. ഓക്കെ, ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി. എ മോർ ഇലക്ട്രോ നെഗറ്റീവ് സെൻട്രൽ ആറ്റം ഇൻക്രീസസ് ദ ബോണ്ട് ആംഗിൾ. അതായത് സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുകയാണെങ്കിൽ നമുക്ക് അവിടെ ബോണ്ട് ആംഗിൾ ഇൻക്രീസ് ചെയ്ത് കിട്ടും. അതേസമയം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യുവന്റ് ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയാൽ നമ്മുടെ ബോണ്ട് ആംഗിൾ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബോണ്ട് ആംഗിൾ, അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി സെൻട്രൽ ആറ്റത്തിന്റെ കൂടുകയാണെങ്കിൽ ബോണ്ട് ആംഗിൾ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കിട്ടും. അതേസമയം സബ്സ്റ്റിറ്റ്യുവന്റിന്റെ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നതെങ്കിൽ ബോണ്ട് ആംഗിൾ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് സെൻട്രൽ ആറ്റത്തിന്റെ സൈസും അതുപോലെ സബ്സ്റ്റിറ്റ്യുവന്റ് ആറ്റത്തിന്റെ സൈസും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് ആസ് ദ സെൻട്രൽ ആറ്റം ഇൻക്രീസസ് ഇൻ സൈസ്, ദ ബോണ്ട് ആംഗിൾ ഡിക്രീസസ്. സെൻട്രൽ ആറ്റത്തിന്റെ വലുപ്പം കൂടുന്തോറും അവിടെ ബോണ്ട് ആംഗിൾ ഡിക്രീസ് ചെയ്യും. അതേസമയം സബ്സ്റ്റിറ്റ്യുവന്റ് ആറ്റത്തിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ ആസ് ദ സൈസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യുവന്റ് ആറ്റം ഇൻക്രീസസ്, ദ ബോണ്ട് ആംഗിൾ ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ NF3, PF3, ASF3, SbF3 ഇത് നോക്കുകയാണെങ്കിൽ
ഇവിടെ സെൻട്രൽ ആറ്റം ആണ് എന്ത് ചേഞ്ച് ചെയ്തിട്ടുള്ളത്, അതായത് നൈട്രജൻ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം നൈട്രജൻ ഫാമിലിയിലെ മെമ്പേഴ്സ് ആണ്. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി. അതേസമയം സബ്സ്റ്റിറ്റ്യൂവന്റിന് പ്രത്യേകിച്ച് ചേഞ്ച് ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഏതാണ്? സെൻട്രൽ ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസ് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇവിടെ നോക്കുന്നത് സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു, സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയാൽ ബോണ്ട് ആംഗിൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നൈട്രജൻ ഫാമിലിയിലെ മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും എന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ഇവിടെ ആരാണ്? നൈട്രജൻ ആണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ആൻസർ ആയി വരുന്നത് ഏതാണ്? NF3 ആണ് ലാർജർ ബോണ്ട് ആംഗിൾ വരുന്നത്. ഓക്കെ, അതായത് NF3 ഈസ് ഗ്രേറ്റർ ദാൻ PF3 ഗ്രേറ്റർ ദാൻ AsF3 ഗ്രേറ്റർ ദാൻ SbF3. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ സെൻട്രൽ ആറ്റം കിടക്കുന്നത് നൈട്രജൻ ആണ്. അപ്പോൾ നൈട്രജൻ അല്ലെങ്കിൽ ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളത് നൈട്രജൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ലാർജർ ബോണ്ട് ആംഗിൾ വരുന്നത് ആർക്ക്? NF3ക്ക് വരാൻ റീസൺ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Among the following isoelectronic ions which have larger ionic radius, അതായത് താഴെ തന്നിട്ടുള്ള ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ ഏതിനാണ് അയോണിക് റേഡിയസ് കൂടുതൽ? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആദ്യം നോക്കേണ്ടത് എന്താണ് ഐസോ ഇലക്ട്രോണിക് അയോൺസ് എന്നുള്ളതാണ്. എന്താണ് ഐസോ ഇലക്ട്രോണിക് അയോൺസ്? നമുക്കറിയാം, ഐസോ എന്ന് പറഞ്ഞാൽ സെയിം അല്ലെങ്കിൽ ഒരേ എണ്ണം ഇലക്ട്രോൺസ് ഉള്ള അയോൺസോ മോളിക്യൂൾസോ അല്ലെങ്കിൽ ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ N3- അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? N3- N3- നമുക്ക് നോക്കിയാൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. അതേപോലെ O2- O2- 10 ഇലക്ട്രോൺസ് ആണ്. പിന്നെ F-, F-ൽ 10 ഇലക്ട്രോൺ. Na+ൽ നമുക്കറിയാം ഇതിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി, അതാണ് Na+. അതിൽ 10 ഇലക്ട്രോൺസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ എല്ലാ അയോൺസും എന്തുതന്നെയാണ്? ഐസോ ഇലക്ട്രോണിക് തന്നെയാണ്. അത് നമുക്ക് മനസ്സിലായി. അതായത് ഇതിലെ തന്നിട്ടുള്ള എല്ലാ അയോൺസിലും ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആണ്. ഓക്കെ, ഇനി ഇതിൽ ചോദ്യം എന്താണ്? ലാർജർ അയോണിക് റേഡിയസ് ഏത് അയോണിനാണ് എന്നാണ് ചോദ്യം. അപ്പം അതിനു വേണ്ടി നമുക്ക് നോക്കാം. അതായത് അയോണിക് റേഡിയസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെല്ലാമാണെന്ന് നോക്കാം. അതായത് ഒരു ഐസോ ഇലക്ട്രോണിക് സീരീസിലെ കാറ്റയോണിനെ സംബന്ധിച്ചാണെങ്കിൽ അതിൻ്റെ അയോണിക് റേഡിയസ് എല്ലാ സമയത്തും ചെറുതായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അതേപോലെ ആനയോണിലാണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, ആനയോൺസിനെ സംബന്ധിച്ചാണെങ്കിൽ ഐസോ ഇലക്ട്രോണിക് സീരീസിൽ അവയുടെ അയോണിക് റേഡിയസ് ഇൻക്രീസ് ചെയ്ത് വരും. അതേപോലെ ഇനി എത്രമാത്രം പോസിറ്റീവാണ് നമ്മുടെ അയോണെങ്കിൽ നമ്മുടെ ആറ്റോമിക് റേഡിയസ് ചെറുതായിട്ട് വരും. അതേപോലെ മോർ നെഗറ്റീവ് ചാർജ് ആണ് എങ്കിൽ അല്ലെങ്കിൽ മോർ ആനയോൺ ക്യാരക്ടർ കാണിക്കുകയാണെങ്കിൽ അത് ലാർജർ റേഡിയസ് ആയിരിക്കും നമുക്ക് ഇവിടെ തരിക. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ അറിയാം N3- ഇതിൽ ആനയോൺസ് ഏതൊക്കെയാണ്? N3- O2- F- ആണ് ആനയോൺ. Na+ എന്താ? കാറ്റയോൺ ആണ്, ആണല്ലോ. അതായത് N3- ചാർജ് നോക്കുക. N3- ചാർജ് -3 ആണ്. ഇവിടെ -2, -1, ദെൻ ഇവിടെ +1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച കാര്യം എന്താ? അയോണിക് റേഡിയസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അയോണിക് റേഡിയസ് നമ്മുടെ ഈ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു.
അതായത് ഇവിടെ ആനയോണിന്റെ നെഗറ്റീവ് ചാർജ് ഇവിടെ എന്താണ് -3 ആയതുകൊണ്ട് ഇവിടെ ലാർജർ അയോണിക് റേഡിയസ് എവിടെ വരുന്നത്? നമ്മുടെ നൈട്രജന്റെ അയോണിലാണ്, അല്ലെങ്കിൽ N3- അപ്പോൾ ഇതിന്റെ ഒരു ക്രമം പറയുകയാണെങ്കിൽ N3- ലാർജർ അയോണിക് റേഡിയസ് ദാൻ O2-. അതേപോലെ അതിനേക്കാൾ ചെറുതാണ് ആ ഒരു F- വരുന്നത്. അതിനേക്കാൾ വീണ്ടും അയോണിക് റേഡിയസ് ചെറുതാണ് നമ്മുടെ Na+ വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ Na+ഉം അതുപോലെ Mg2+ ആണെങ്കിലോ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അയോണിക് റേഡിയസ് ഉണ്ടാവുക? അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം Na+ഉം എന്താണ് ഒരു കാറ്റയോൺ ആണ്, Mg2+ഉം എന്താണ് ഒരു കാറ്റയോൺ ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ചാർജ് ഇനി രണ്ടും കാറ്റയോൺ ആണെന്ന് മനസ്സിലായി. ഇനി ഇതിന്റെ ചാർജ് കൂടുന്നതിനനുസരിച്ച് അയോണിക് റേഡിയസ് കുറയും എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചാർജ് +1 ആണ്, ഇവിടെ +2 ചാർജ് ആണ്. ഇവിടെ ചാർജ് ആർക്ക് ഏറ്റവും കൂടുതൽ? Mg2+ന്. അപ്പോൾ Mg2+നായിരിക്കും ഇവിടെ അയോണിക് റേഡിയസ് കുറവ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ Na+ന്റെ അയോണിക് റേഡിയസ് ആണ് കൂടുതൽ. ഓക്കെ, പിന്നെ നമുക്കറിയുന്ന കാര്യമാണ് ഒരു ആനയോണും അതിന്റെ പാരന്റ് ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആനയോണായിരിക്കും എന്ത് ചെയ്യുക, സൈസ് കൂടുതൽ ഉണ്ടാവുക. അതേപോലെ ഒരു കാറ്റയോണും അതിന്റെ പാരന്റ് ആറ്റം എടുക്കുകയാണെങ്കിൽ, അതായത് Na-യും Na+ എടുക്കുകയാണെങ്കിൽ Na ആയിരിക്കും വലുതായിട്ട് ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ അതിന്റെ ന്യൂട്രൽ ആറ്റവും അതിന്റെ അയോണും തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പൊ ന്യൂട്രൽ ആറ്റത്തിനേക്കാൾ എല്ലാ സമയത്തും വലുതാണ് ആര്, നമ്മുടെ ആനയോൺസ് ഉണ്ടാവുക. അതേപോലെ ന്യൂട്രൽ ആറ്റത്തിനേക്കാൾ എല്ലാ സമയത്തും ചെറുതാണ് കാറ്റയോൺ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? N3-. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. Among the following compounds CH3COH, CH3 twice CHCOH, CH3 twice CCOH, HCOOH, the acidity order is. അതായത് താഴെ കുറച്ച് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്, അതിന്റെ അസിഡിറ്റി ഓർഡർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ ആദ്യം അസിഡിറ്റി ഓർഡർ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഒരു കോമ്പൗണ്ടിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത് എങ്കിൽ അതിന്റെ ആ കോമ്പൗണ്ടിന്റെ അസിഡിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതായത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ അസിഡിറ്റി ഡിക്രീസ് ചെയ്യും. അതേസമയം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് നമ്മുടെ ആ ഒരു കോമ്പൗണ്ടിൽ ഉള്ളത് എങ്കിൽ നമുക്ക് അതിന്റെ പ്രസൻസ് കാരണം അതിന്റെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ദ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസസ് അസിഡിറ്റി വൈൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഇൻക്രീസസ് ദ അസിഡിറ്റി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ തന്ന ചോദ്യത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ നോക്കുക CH3 twice, അതായത് ആൽക്കിൽ CH3 ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ആൽക്കിൽ ഗ്രൂപ്പാണ് എന്ത് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് മീഥൈൽ ഗ്രൂപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രസൻസ് കാരണം മീഥൈൽ ഗ്രൂപ്പ് ഇനി അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണോ? അതെ, നമുക്കറിയാം മീഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കിൽ ഗ്രൂപ്പ് എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ അസിഡിറ്റി ഓർഡർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഈ ചോദ്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് CH3COH അതിൽ എത്ര ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ അതിൽ 2 CH3 വന്നിട്ടുണ്ട്. മൂന്നാമത്തേതിലാണെങ്കിൽ 3 CH3 മോളിക്യൂൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? പിന്നെ നാലാമത്തേതിലാണെങ്കിൽ ഒരു CH3 വന്നിട്ടില്ല. അതായത് തന്ന 4 ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അസിഡിറ്റി കാണിക്കുന്നത് ആരാണ്? HCOOH ആണ് ഏറ്റവും ആദ്യം കാണിക്കുന്നത്. അതായത് നാലാമത്തെ ഓപ്ഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. ഇനി അടുത്തത് ഏതാണ് നോക്കാം. അടുത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് വന്നത്. അപ്പൊ അതിൽ ഏറ്റവും കുറവ് ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നതാണ് ആര് എന്ത് വരിക? അസിഡിറ്റി ഓർഡർ കൂടുക. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്ത ഓപ്ഷൻ വരെ ഏതാ?
CH3COH ആണ്. അതായത് 4 1. ഇനി അടുത്തതോ രണ്ടാമത്തെ ഓപ്ഷൻ, അതിൽ 2 ആൽക്കിൽ ഗ്രൂപ്പാണ് വന്നിട്ടുള്ളൂ. ഇനി ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മിനിമം അസിഡിറ്റി കാണിക്കുന്നത് ആരാണ്? നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് CH3 thrice CCOH. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 4 1 2 3. അപ്പോൾ അസിഡിറ്റി ഓർഡർ നോക്കാൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കുന്നത് തന്നിട്ടുള്ള മോളിക്യൂൾസിൽ എന്താണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച്, അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് വന്നതെങ്കിൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അതേസമയം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് വന്നതെങ്കിൽ അസിഡിറ്റി ഡിക്രീസ് ചെയ്യും. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ CH3ക്ക് പകരം Cl ആണ് വന്നതെങ്കിൽ, അതായത് Cl3 എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് തന്ന മോളിക്യൂൾസിലൊക്കെ Cl നമുക്കറിയാം എന്താ, അല്ലെങ്കിൽ ഹാലജൻ ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതായത് Clന്റെ പ്രസൻസ് എണ്ണം കൂടുന്നതിനനുസരിച്ച് അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇതിൽ CH3ക്ക് ബദലായിട്ട് അവിടെ Clന്റെ എണ്ണം കൂടുതലായിട്ട് തരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ Clന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായ ക്ലോറിന്റെ പ്രസൻസ് കാരണം അസിഡിറ്റി ഓർഡർ അവിടെ ഇൻക്രീസ് ചെയ്യുന്ന ആലോചിക്കുക. ഓക്കെ ആണല്ലോ? പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് മാച്ച് ദ ഫോളോയിങ്. നമുക്ക് 4 ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുള്ളത് ലെയ്മാൻ സീരീസ്, പാഷൻ, ബാൾമർ, ഫണ്ട്. റൈറ്റ് സൈഡിൽ ജസ്റ്റ് റീജിയൻ വന്നിട്ടുള്ളത് വിസിബിൾ ആണോ, അൾട്രാ വയലറ്റ് ആണോ, ഇൻഫ്രാറെഡ് ആണോ എന്നുള്ളത്. അപ്പോൾ നോക്കുക, എന്താണ് ചോദ്യം? ഹൈഡ്രജൻ സ്പെക്ട്രം തന്നിട്ടുള്ളത് അല്ലേ? ഹൈഡ്രജൻ സ്പെക്ട്രം തന്നിട്ടുണ്ട്, അത് ഏത് റീജിയനിലാണ് വരുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം അത് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ലെയ്മാൻ സീരീസ്, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഓക്കെ, ഇതിൽ നമുക്കറിയാം ലെയ്മാൻ സീരീസ് പറയുന്നത് എന്താണ്? അതായത് ഹയർ എനർജി ലെവൽസിൽ നിന്ന് ഒന്നാമത്തെ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുകയാണെങ്കിൽ അതാണെന്ത്, ആ സമയത്താണ് നമുക്ക് ലെയ്മാൻ സീരീസ് ലഭിക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഇവിടെ N1 1ഉം N2 നമുക്ക് എന്ത് ചെയ്യാം 2ഓ 3ഓ 4ഓ ലെവൽസ് ആവാം. ഓക്കെ, അതേസമയം ബാൾമർ സീരീസ് നമുക്ക് ഏത് സമയത്താണ് കിട്ടുക? ബാൾമർ സീരീസ് വരുന്നത് 2ൽ കൂടുതൽ, അതായത് 3ഓ 4ഓ 5ഓ ലെവൽസിൽ നിന്ന് രണ്ടാമത്തെ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുക, ഇലക്ട്രോണിന്റെ ട്രാൻസിഷൻ നടക്കുകയാണെങ്കിൽ ആ സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? ബാൾമർ സീരീസ് ലഭിക്കുക. നമ്മൾ പഠിച്ച കാര്യമാണ്. ബാൾമർ സീരീസ് ഏത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിസിബിൾ റീജിയനാണ് ഉള്ളത്, അതായത് അത് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മളെ H ആൽഫ, H ബീറ്റ, H ഗാമ എന്നൊക്കെ പല ബാൾമർ സീരീസിന്റെ ലൈൻസും നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്. ഇനി അടുത്ത ലൈന് ഏതാ? പാഷൻ സീരീസ് ആണ്. പാഷൻ സീരീസ് ഏത് സമയത്താണ് കിട്ടുന്നത്? അതായത് 4, 5, 6 തുടങ്ങിയ ഹയർ എനർജി ലെവൽസിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ എനർജി ലെവലിലേക്ക് ആണ് നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസിഷൻ എങ്കിൽ നമുക്ക് അവിടെ പാഷൻ സീരീസ് ലഭിക്കും. ബ്രാക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ N1 4ഉം N2 നമുക്ക് വാല്യൂസ് വരുന്നത് 5, 6 അല്ലെങ്കിൽ 5ൽ കൂടുതൽ വാല്യൂസ് ആണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ 5ൽ കൂടുതൽ എനർജി ലെവൽസിൽ നിന്ന് നാലാമത്തെ എനർജി ലെവലിലേക്ക് ആണ് നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസിഷൻ എങ്കിൽ നമുക്ക് അവിടെ ലഭിക്കുന്ന സ്പെക്ട്രം ഏതായിരിക്കും? ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ബ്രാക്കറ്റ് ലൈൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ N1ന്റെ വാല്യൂ 5ഉം N2ന്റെ വാല്യൂ 6, 7, 8 തുടങ്ങിയ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് നമ്മുടെ മെയിനായിട്ട് വരുന്ന ഹൈഡ്രജൻ സ്പെക്ട്രം, അതായത് ലെയ്മാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഇനി ഇതിന്റെ റീജിയൻ എവിടെ വരുന്നത് നോക്കാം. അതായത് ലെയ്മാൻ സീരീസ് വരുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലാണ്. ബാൾമർ സീരീസ് ആണെങ്കിൽ വിസിബിൾ റീജിയനിലാണ്. പാഷൻ ഇൻഫ്രാറെഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പാഷനും ബ്രാക്കറ്റ് ഫണ്ട് ഇത് മൂന്നും എവിടെ കിടക്കുന്നത്? നമ്മുടെ IR റീജിയനിലാണ് കിടക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതറിയുന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഈ മാച്ച് ദ ഫോളോയിങ് ചെയ്യാവുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ
നമ്മൾ പറഞ്ഞു ലെയ്മാൻ സീരീസ് ആണെങ്കിൽ ട്രാൻസിഷൻ നടക്കുന്ന ഏതിൽ നിന്നാണ്? ഇലക്ട്രോൺ ഫാൾസ് ടു ദ ഫസ്റ്റ് എനർജി ലെവൽ. അതിന്റെ വേവ്ലെങ്ത് റേഞ്ച് വരുന്ന ഏതാ? അൾട്രാ വയലറ്റ് ലൈറ്റ് ആണ്. ഓക്കെ. ബാൾമർ സീരീസ് ആണെങ്കിൽ നമുക്കറിയാം അത് വിസിബിൾ റീജിയനിലാണ് വരുന്നത്. അതിന്റെ ട്രാൻസിഷൻ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ എനർജി ലെവലിലേക്കാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഫാൾസ് ടു ദ സെക്കൻഡ് എനർജി ലെവൽ. അതാണ് ബാൾമർ സീരീസ്. അത് വിസിബിൾ റീജിയനിലാണെന്ന് പറഞ്ഞു. ഇനി പാഷൻ സീരീസ് ആണെങ്കിൽ അതിന്റെ ട്രാൻസിഷൻ വരുന്നത് N3യിലേക്കാണ്, അതായത് ഇലക്ട്രോൺ ഫാൾസ് ടു ദ തേർഡ് എനർജി ലെവൽ. ഇത് വരുന്നത് IR റീജിയനിലാണ്. ഇനി ബ്രാക്കറ്റ് വരുന്നത് ഇലക്ട്രോൺ നാലാമത്തെ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് സീരീസ് ലഭിക്കും. അതേപോലെ ഫൺ സീരീസ് ലഭിക്കുന്നത് ഇലക്ട്രോൺ അഞ്ചാമത്തെ എനർജി ലെവലിലേക്കാണ് ട്രാൻസിഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫൺ സീരീസ് ലഭിക്കും. ഓക്കെ. അപ്പോൾ ഇതിൽ ഫൺ സീരീസ് നോക്കുകയാണെങ്കിൽ അത് ഫാർ ഇൻഫ്രാറെഡ് റീജിയനിലേക്കാണ് വരിക. ഓക്കെ. നമ്മുടെ ഇതിന്റെ ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ലെയ്മാൻ സീരീസ് ആണല്ലോ. ലെയ്മാൻ സീരീസ് നമ്മൾ പഠിച്ചത് എന്താ? ലെയ്മാൻ സീരീസ് അൾട്രാ വയലറ്റ് റീജിയനിലാണ് വരുന്നത്. ഓക്കെ. ലെയ്മാൻ സീരീസ് അൾട്രാ വയലറ്റ് റീജിയനിലാണ് വരുന്നത്. അതുപോലെ പാഷൻ സീരീസ്, പാഷൻ ഏതാണ്? അത് ഇൻഫ്രാറെഡ് ആണ്. ഇനി ബാൾമർ സീരീസ് വിസിബിൾ റീജിയനിലാണ്. പിന്നെ ഫണ്ട് വരുന്നത് ഫാർ ഇൻഫ്രാറെഡ്. അതായത് ഇത് ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ സി. ഓക്കെ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ചോദ്യം, ഹൗ മെനി ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾസ് ആർ ലോസ്റ്റ് വെൻ uranium-238 is converted to Ra226. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ്, അതായത് ആൽഫ ഡി കെയും ബീറ്റ ഡി കെ അറിയുന്നുണ്ടെങ്കിൽ സിമ്പിളായി ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം എന്താണ് ആൽഫ ഡി കെ? ആൽഫ ഡി കെ occurs when a nucleus emits an alpha particle. An alpha particle consists of 2 protons and 2 neutrons, essentially a helium nucleus. നമുക്കറിയാം ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഹീലിയം ന്യൂക്ലിയസ് തന്നെയാണ്. അതായത് അവിടെ ഒരു ആൽഫ പാർട്ടിക്കിൾ മെയിനായിട്ട് 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും ഉണ്ടാവും. ഇനി ഒരു ആൽഫ ഡി കെ സംഭവിക്കുകയാണെങ്കിൽ പാരന്റ് ന്യൂക്ലിയസിന് 2 പ്രോട്ടോൺ അതുപോലെ 2 ന്യൂട്രോൺസും ഡിക്രീസ് ചെയ്യുന്ന പഠിച്ചു. അത് ചുരുക്കി പറഞ്ഞാൽ അതിന്റെ മാസ് നമ്പർ 4 കുറയുകയും ആറ്റോമിക് നമ്പർ 2 കുറയുകയും ചെയ്യും. ഓക്കെ. ദ പാരന്റ് ന്യൂക്ലിയസ് ലോസസ് 2 പ്രോട്ടോൺസ് ആൻഡ് 2 ന്യൂട്രോൺസ് റിസൾട്ടിങ് ഇൻ എ ന്യൂ ന്യൂക്ലിയസ് വിത്ത് എ മാസ് നമ്പർ റെഡ്യൂസ്ഡ് ബൈ 4 ആൻഡ് ദ ആറ്റോമിക് നമ്പർ റെഡ്യൂസ്ഡ് ബൈ 2. ഓക്കെ. അപ്പോൾ നമുക്ക് ആൽഫ ഡി കെ നടന്നുണ്ടെങ്കിൽ അവിടെ മാസ് നമ്പർ 4 കുറയും, അതേപോലെ ആറ്റോമിക് നമ്പർ 2 കുറയും. അത് ആ ഒരു കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. ഇനി ബീറ്റ ഡി കെ ആണെങ്കിൽ നമുക്കറിയാം ബീറ്റ മൈനസ് ഡി കെ ഉണ്ട്, ബീറ്റ പ്ലസ് ഡി കെ ഉണ്ട്. ഇൻ ബീറ്റ മൈനസ് ഡി കെ എ ന്യൂട്രോൺ ഇൻ ദ ന്യൂക്ലിയസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ ആൻഡ് ആൻ ആന്റി ന്യൂട്രിനോ. ഓക്കെ. അതായത് ബീറ്റ മൈനസ് ഡി കെയിൽ ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോൺ ആയിട്ടും അതുപോലെ ഇലക്ട്രോണും ആന്റി ന്യൂട്രിനോ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതേപോലെ ബീറ്റ പ്ലസ് ഡി കെ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിട്രോൺ ഡി കെ എന്ന് പറയുന്നത്. അതിൽ വരുന്നത് ഒരു പ്രോട്ടോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ന്യൂട്രോൺ ആൻഡ് എ പോസിട്രോൺ ആൻഡ് എ ന്യൂട്രിനോ ആർ എമിറ്റഡ്. അവിടെ നടക്കുന്നത് പോസിട്രോൺ എമിഷൻ ആണ്. ബീറ്റ മൈനസ് ഡി കെയിൽ ഇലക്ട്രോൺ എമിഷൻ ആണ് നടക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ബീറ്റ ഡി കെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ മാസ് നമ്പറിന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അതേസമയം ആറ്റോമിക് നമ്പറിന് അതിന്റെ ബീറ്റ മൈനസ് ഡി കെ ആണെങ്കിൽ നമുക്ക് ആറ്റോമിക് നമ്പർ 1 കൂടും. ബീറ്റ പ്ലസ് ഡി കെ ആണെങ്കിൽ അവിടെ ആറ്റോമിക് നമ്പർ 1 കുറയുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആൽഫ ഡി കെയും ബീറ്റ ഡി കെയും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ചോദ്യത്തിലേക്ക് എത്താം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ യുറേനിയം 238 ആണ്. 238ൽ നിന്ന് നമുക്ക് എത്തിയിട്ടുള്ള എത്രയാണ്? 226 ആണ് മാസ് നമ്പർ. അതായത് മാസ് നമ്പർ എത്രയായിട്ട് കുറഞ്ഞു? ഇതിന്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 12 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാസ് നമ്പർ 12 കുറഞ്ഞു എന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ആൽഫ
ഡീക്കെ നടന്നിട്ടുണ്ടാവണം. അപ്പോൾ ഒരു ആൽഫ ഡീക്കയിൽ 4 മാസ് നമ്പർ കുറയും. സോ നമുക്കിവിടെ പറയാൻ പറ്റും 3 ആൽഫ പാർട്ടിക്കിൾസ് ആണ് എന്ത് ഇവിടെ എമിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ഓപ്ഷൻ എ 3 ആൽഫ പാർട്ടിക്കിൾസ് ആൻഡ് 2 ബീറ്റ പാർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആൽഫ പാർട്ടിക്കിൾസിന്റെ ആ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ബീറ്റന്റെ ചെക്ക് ചെയ്യാം. ബീറ്റ ആണ് ഇവിടെ നോക്കുക 238 നിന്ന് 226 കുറഞ്ഞു, അപ്പോൾ അത് കറക്റ്റ് ആണ്. ഇനി 92 ആണ് അതിന്റെ ആറ്റോമിക് നമ്പർ, അത് 88 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇവിടെ ഡിഫറൻസ് വരുന്നത് എത്ര? ഇവിടെ വരുന്നത് 6 ആയിട്ട് അതായത് 3 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 6 ആറ്റോമിക് നമ്പർ കുറഞ്ഞു വരണം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 92-ൽ നിന്ന് നമുക്ക് വേണ്ടത് 86 ആയിരുന്നു. പക്ഷെ നമുക്കറിയാം ഇവിടെ 2 ബീറ്റ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബീറ്റ പാർട്ടിക്കിൾസ് ബീറ്റ മൈനസ് ഡി കെ ആണെങ്കിൽ നമുക്കറിയാം ആറ്റോമിക് നമ്പർ 1 ആയിട്ട് കൂടുന്ന പറഞ്ഞത്. അപ്പോൾ ഇവിടെ 2 ആയിട്ട് കൂടിയിട്ടുണ്ട്. അതായത് 2 ബീറ്റ പാർട്ടിക്കിളും അതുപോലെ 3 ആൽഫ പാർട്ടിക്കിളും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എമിറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ 98 യുറേനിയത്തിൽ നിന്ന് നമ്മുടെ Ra88 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ 3 ആൽഫ പാർട്ടിക്കിൾസ് ആൻഡ് 2 ബീറ്റ പാർട്ടിക്കിൾസ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ബേസിക് ആയ ചോദ്യമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് റിലേറ്റഡ് ടു. ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. പാക്കിംഗ് ഫ്രാക്ഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം? ഓപ്ഷൻ എ ന്യൂക്ലിയർ സ്പിൻ, ഓപ്ഷൻ ബി മാസ് ഡിഫക്റ്റ്, ഓപ്ഷൻ സി റേഡിയോ ആക്ടിവിറ്റി, ഓപ്ഷൻ ഡി ആറ്റോമിക് നമ്പർ. ഇതിൽ ഏതാണ് പാക്കിംഗ് ഫ്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത്? പറയൂ. യെസ്. അപ്പോൾ ആദ്യം പാക്കിംഗ് ഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് പാക്കിംഗ് ഫ്രാക്ഷൻ? The packing fraction is a concept in nuclear physics that refers to the ratio of the mass defect of a nucleus to its total mass. അതായത് മാസ് ഡിഫക്റ്റും അതുപോലെ ന്യൂക്ലിയസിന്റെ ടോട്ടൽ മാസ് തമ്മിലുള്ള റേഷ്യോനെയാണ് എന്ത് വിളിക്കുന്നത്? പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആൻഡ് ക്യാൻ പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു ദ സ്റ്റെബിലിറ്റി ഓഫ് എ ന്യൂക്ലിയസ്. അതായത് നമ്മുടെ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിയും അതുപോലെ ബൈൻഡിങ് എനർജിനെ കുറിച്ചൊക്കെ ഒരു ഇൻഡിക്കേഷൻ തരുന്നുണ്ട് ആര്? പാക്കിംഗ് ഫ്രാക്ഷൻ. ന്യൂക്ലിയർ വിത്ത് ഹയർ പാക്കിംഗ് ഫ്രാക്ഷൻ ടെൻഡ് ടു മോർ സ്റ്റേബിൾ വൈൽ ദോസ് വിത്ത് ലോവർ പാക്കിംഗ് ഫ്രാക്ഷൻ ആർ ലെസ് സ്റ്റേബിൾ ആൻഡ് മേ അണ്ടർഗോ റേഡിയോ ആക്റ്റീവ് ഡീകെ. അതായത് ഹയർ പാക്കിംഗ് ഫ്രാക്ഷൻ ഉള്ള ന്യൂക്ലിയറുകൾ എന്ത് ചെയ്യും? അത് വളരെ സ്റ്റേബിൾ ആണ്. അതേസമയം ലോവർ പാക്കിംഗ് ഫ്രാക്ഷൻ ആണെങ്കിൽ അത് റേഡിയോ ആക്റ്റീവ് ഡീകെ ചെയ്യുന്നതാണ്. സോ നമുക്കിവിടെ മനസ്സിലായ കാര്യം എന്താ? പാക്കിംഗ് ഫ്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസ് ഡിഫക്റ്റിനെയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് റിലേറ്റഡ് ടു മാസ് ഡിഫക്റ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ബോണ്ട് ഡൈപോൾ മൊമെന്റ്? അതായത് ബോണ്ട് ഡൈപോൾ മൊമെന്റിന്റെ ഓർഡർ കറക്റ്റ് പറയാനാണ്. ഇതിൽ തന്നിട്ടുള്ളത് CCl ഗ്രേറ്റർ ദാൻ CBr ഗ്രേറ്റർ ദാൻ Ci, അങ്ങനെ പല തരത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്കറിയേണ്ടത് ഡൈപോൾ മൊമെന്റും ഈ മോളിക്കൂൾ തമ്മിൽ ആ റിലേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡൈപോൾ മൊമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓക്കെ, നോക്കാം. 1 ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ്, 2 മോളിക്കുലാർ ജോമെട്രി, 3 ബോണ്ട് ലെങ്ത്, 4 ലോൺ പെയേഴ്സ്, ദെൻ ബോണ്ട് ടൈപ്പ്. ഇത്രയും കാര്യങ്ങളാണ്, ഒരുപാട് കാര്യം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഡൈപോൾ മൊമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം നോക്കുകയാണെങ്കിൽ ഗ്രേറ്റർ ഡിഫറൻസ് ഇൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ലീഡ്സ് ടു എ സ്ട്രോങ്ങർ ഡൈപോൾ മൊമെന്റ്. അതായത് നമുക്കിവിടെ CCl തന്നിട്ടുണ്ട്, അതുപോലെ CBr തന്നിട്ടുണ്ട്, Ci തന്നിട്ടുണ്ട്. അത് ഇവിടെ നമുക്കറിയാം കാർബണും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട്,
ക്ലോറിൻ നെഗറ്റിവിറ്റി ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്. അപ്പൊ രണ്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് ഏതിനാണോ കൂടുതൽ, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന മോളിക്യൂളിൽ ഇതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഏതിനാണ് കൂടുതൽ എങ്കിൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കുക. നമുക്കറിയുന്ന കാര്യം എന്താ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ Cl കോമൺ ആണ്, പിന്നെ Cl, Br, അയഡിൻ തുടങ്ങിയ ഇത് മാത്രമാണ് വേരി ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഹാലജൻസ് ആണ്. അപ്പൊ അതിൽ ക്ലോറിൻ ആണെന്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളത് ആരേക്കാൾ, ബ്രോമിനേക്കാളും അതേപോലെ അയഡിനേക്കാളും. അപ്പൊ ഇവിടെ കറക്റ്റ് ഓർഡർ വരുന്നത് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാ, ഇവിടെ ക്ലോറിൻ ആണ്. സോ CCl-നായിരിക്കും ഏറ്റവും കൂടുതൽ ബോണ്ട് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കുക. അതായത് CCl, അത് കഴിഞ്ഞ് CBr, ദെൻ Ci. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓർഡർ വരുന്നത് ഓപ്ഷൻ എ, CCl ഗ്രേറ്റർ ദാൻ CBr ഗ്രേറ്റർ ദാൻ Ci. അപ്പൊ ഇതിന്റെ റീസൺ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ നോക്കുന്നത്. ഹയർ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഗീവ്സ് ഗ്രേറ്റർ ബോണ്ട് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, പിന്നെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സിമെട്രിക്കൽ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുമോ, ഇല്ലല്ലോ, ക്യാൻസൽ ചെയ്ത് പോകും. സോ അസിമെട്രിക്കൽ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് അവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അതുപോലെ ബോണ്ട് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലോൺ പെയർസിന്റെ പ്രസൻസ്, ഓക്കെ, ലോൺ പെയർസ് ഉണ്ടെങ്കിലും അവിടെ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ദെൻ അതേപോലെ അവിടെ ഡബിൾ ബോണ്ട് ആണോ സിംഗിൾ ബോണ്ട് ആണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് അവിടെ ഡൈപോൾ മൊമെന്റും വേരി ചെയ്യും. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ആ പോയിന്റ് ആലോചിക്കാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് മെയിൻ ആയിട്ട് ഇവിടെ അഫക്റ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, എമംഗ് ദ ഫോളോയിങ് മോളിക്യൂൾസ് വിച്ച് ഹാസ് ദ ലോങ്സ്റ്റ് CH ബോണ്ട് ലെങ്ത്. അതായത് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് ഇതിൽ താഴെ തന്നിരിക്കുന്ന മോളിക്യൂൾസിൽ ഏതിനാണെന്ന്. ഓക്കെ, ഇവിടെ ഈഥൈന്, ഈഥീൻ, ഈഥൈൻ, ഈഥൈൻ ഓൾ ഹാവ് സെയിം CH ബോണ്ട് ലെങ്ത് തുടങ്ങിയ 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് ആൻസർ അറിയാൻ ഏതാ നോക്കാം. ഏതാണ് വരിക? ആദ്യം ബോണ്ട് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതിന്റെ കാര്യങ്ങൾ നോക്കാം. ഒന്ന് ആറ്റോമിക് സൈസ്. നമുക്കറിയാം ലാർജർ ആറ്റോമിക് സൈസ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ലാർജർ ആറ്റം ലെഡ്സ് ടു ലോങ്ങർ ബോണ്ട്സ്. ദെൻ ബോണ്ട് ഓർഡർ ആണെങ്കിലോ, അതായത് ഇപ്പൊ നമുക്കറിയാം സിംഗിൾ ബോണ്ട് ഉണ്ടാവാം, ഡബിൾ ബോണ്ട് ഉണ്ടാവാം, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഉണ്ടാവാം. അപ്പം ഈ ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതായത് ട്രിപ്പിൾ ബോണ്ടിനായിരിക്കും ഏറ്റവും കുറവ് എന്തുണ്ടാവുക, ഏറ്റവും കുറവ് ബോണ്ട് ഉണ്ടാവുക. ഓക്കെ, അതേപോലെ സിംഗിൾ ബോണ്ടിനായിരിക്കും ഏറ്റവും കൂടുതൽ ബോണ്ട് ലെങ്ത് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഗ്രേറ്റർ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് റിസൾട്ട് ഇൻ ഷോർട്ടർ ബോണ്ട്സ്. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റിന്റെ ഡിഫറൻസ് കൂടുന്തോറും നമ്മുടെ ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ ഹൈബ്രിഡൈസേഷൻ ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്. ഹൈബ്രിഡൈസേഷന്റെ കാര്യം വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹയർ എസ് ക്യാരക്ടർ ലെഡ്സ് ടു ഷോർട്ടർ ബോണ്ട് ലെങ്ത്. അതായത് നമ്മുടെ SP2 SP3 തുടങ്ങിയ ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. അതിൽ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കൂടുന്തോറും ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ ചാർജ് ഓൺ ആറ്റംസ്. അതായത് കാറ്റയോൺസ് എന്ത് ചെയ്യും, ബോണ്ട് ലെങ്ത് ചെറുതാക്കാണ് ചെയ്യുക. അതേസമയം ആനയോണെ സംബന്ധിച്ചാണെങ്കിൽ അതിന്റെ ബോണ്ട് ലെങ്ത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആറ്റമിക് സൈസ്, ബോണ്ട് ഓർഡർ, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഹൈബ്രിഡൈസേഷൻ, ദെൻ ചാർജ് ഓൺ ആറ്റംസ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നമുക്ക് ഇവിടെ തന്ന ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏതൊക്കെയാണ്, ഈഥീന് നമുക്കറിയാം. ഈഥീൻ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഡബിൾ ബോണ്ട് വരുന്നതാണ്. ഈഥൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടാണ് വരുന്നത്. പിന്നെ ഈഥൈൻ എന്ന് പറഞ്ഞാൽ അതെന്താ, സിംഗിൾ ബോണ്ടാണ് വരുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയുകയാണെങ്കിൽ സിംഗിൾ ബോണ്ട് ആണ് എങ്കിൽ അവിടെ ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും ഏതിനേക്കാൾ, ഡബിൾ ബോണ്ടും അതുപോലെ ട്രിപ്പിൾ ബോണ്ടിനേക്കാൾ. അതുപോലെ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഈഥൈൻ. ഓക്കെ, ലോങ്സ്റ്റ് CH ബോണ്ട് ലെങ്ത് വരുന്നത് ആർക്കാണ്, ഈഥൈൻ ആണ്. കാരണം അതിന്റെ ബോണ്ട് ഓർഡർ 1 ആണ്, ഈഥീന്റെ ബോണ്ട് ഓർഡർ 2ഉം ഈഥൈൻ്റെത് 3 ആണ്. അപ്പോൾ ബോണ്ട് ഓർഡർ കൂടുന്നതനുസരിച്ച് ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ
ഈഥേൻ. അടുത്ത ചോദ്യം, ട്രൈമീഥൈൽ അമൈൻ ഇസ് എ വീക്കർ ബേസ് ദാൻ ഡൈമീഥൈൽ അമൈൻ ഡ്യൂ ടു ഓപ്ഷൻ എ ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഇലക്ട്രോമെറിക് എഫക്റ്റ്, റെസൊണൻസ് എഫക്റ്റ്, സ്റ്റെറിക് എഫക്റ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ട്രൈമീഥൈൽ അമീൻ അതേപോലെ ഡൈമീഥൈൽ അമീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പഠിച്ചത് എന്തായിരുന്നു? അസിഡിറ്റി കാര്യങ്ങളാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക, ബേസിസിറ്റിന്റെ കാര്യം വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ എന്തെന്നെ കിടക്കുന്നത്? ട്രൈമീഥൈൽ പറഞ്ഞാൽ അതിൽ 3 മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഡൈമീഥൈലാണെങ്കിൽ 2 വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്കറിയുന്ന കാര്യം എന്താ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ട് എങ്കിൽ അസിഡിറ്റി കുറയുകയും അതേപോലെ ബേസിറ്റി കൂടുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഇവിടെ എന്താ? CH3 ഗ്രൂപ്പ് ഇവിടെ അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അതിവിടെ എണ്ണം കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കും എന്താ? ട്രൈമീഥൈൽ അമീനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബേസിറ്റി കാണിക്കാന്ന് വിചാരിക്കും. പക്ഷെ ഈ കേസിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രൈമീഥൈൽ അമീൻ ഇവിടെ എന്താണ്? ഡൈമീഥൈൽ അമീനേക്കാൾ വീക്കർ ആണ് എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കിവിടെ ആ ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ പ്രസൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പറയാൻ പറ്റില്ല. നമുക്കിവിടെ കമ്പയർ ചെയ്യാം, ബേസിറ്റിനെ ബാധിക്കുന്ന ഇതൊക്കെ തന്നെയാണ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒക്കെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഈ റീസണിൽ അല്ലെങ്കിൽ ട്രൈമീഥൈൽ അമീൻ എന്തുകൊണ്ട് ഡൈമീഥൈൽ അമീനേക്കാൾ വീക്കർ ആയി എന്ന ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് സ്റ്റെറിക് എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്കറിയാം സ്റ്റെറിക് എഫക്റ്റ് എന്താ? Steric effect refers to the influence of the physical size and spatial arrangement of atoms or groups in a molecule on its chemical behavior and reactivity. ഒന്നുമില്ല, നമ്മുടെ ഈ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിൽ കെമിക്കൽസിന്റെ അല്ലെങ്കിൽ ആറ്റത്തിന്റെ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകളുടെ പ്രസൻസ് കൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള റിയാക്ടിവിറ്റി, കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. Essentially, steric effect arises when atoms or groups in a molecule are close enough to each other that their physical size or spatial arrangement prevents or hinders certain interaction or reaction. Okay. ഇനി ഇവിടെ തന്ന് നോക്കാം, in trimethylamine അതായത് NCH3 tris, the 3 bulky methyl group create steric hindrance, okay, around the nitrogen to preventing the nitrogen's lone pair from easily interacting with a proton, making it less basic compared to dimethyl which has fewer bulky groups. അതായത് തന്നിട്ടുള്ളത് നോക്കുക, ഇവിടെ നമുക്കറിയുന്ന കാര്യമാണ് CH3 ഗ്രൂപ്പ് എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. പക്ഷെ ഇവിടെ ആ പ്രസൻസ് നോക്കുന്നില്ല. ഇവിടെ അതിലേറെ മെയിൻ ആയിട്ട് വരുന്നത് സ്റ്റെറിക് എഫക്റ്റ് ആണ്. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ നൈട്രജൻ ചുറ്റും നമുക്ക് 3 ട്രൈമീഥൈൽ അമൈനിൽ 3 CH3 ഗ്രൂപ്പ് അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ബൾക്കി എഫക്റ്റ് കാരണം അല്ലെങ്കിൽ അതിന്റെ 3 CH3 ഗ്രൂപ്പിന്റെ പ്രസൻസ് കാരണമാണ് എന്ത് നടക്കുന്നത്? ഇവിടെ സ്റ്റെറിക് എഫക്റ്റ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ ബേസിസിറ്റി ട്രൈമീഥൈൽ അമൈന് കുറയുവാൻ കാരണം അതാണ്. ഏത്? സ്റ്റെറിക് എഫക്റ്റ്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം, ഐഡന്റിഫൈ ആൻ ഇലക്ട്രോഫൈൽ SO2, SO3, NF3, H2O. ഈ തന്നിരിക്കുന്ന മോളിക്യൂൾസിൽ ഏതാണ് ഇലക്ട്രോഫൈൽ എന്നാണ് ചോദ്യം. നമുക്കിവിടെ എന്താണ് നമുക്കറിയാം ഇലക്ട്രോഫൈൽ ഉണ്ട്, അതേപോലെ ന്യൂക്ലിയോഫൈൽ ഉണ്ട്. എന്താണ് ഇലക്ട്രോഫൈൽ? An electrophile, literally electron lover, is a species that seeks electron and has a positive charge. Electrophiles are electron deficient and are attached to areas of high electron density such as the lone pairs on a nucleophile or the pi bonds in a double or triple bond. അതായത് ഇലക്ട്രോഫൈൽ പറഞ്ഞാൽ എന്താ? ആ വാക്കിൽ തന്നെ ഉണ്ട്, ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ ഇഷ്ടപ്പെടാൻ മീൻസ് അവിടെ ഇലക്ട്രോണിന്റെ ഡെഫിഷ്യന്റ് ആയ ആളുകളാണ് എന്ത്? ഇലക്ട്രോഫൈലുകൾ. ഓക്കെ, അവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം അവര് ഇലക്ട്രോണെ ഇഷ്ടപ്പെടാൻ മീൻസ് അവരുടെ ചാർജ് എന്തായിരിക്കും? അവരുടെ ചാർജ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ,
ഇലക്ട്രോഫൈലിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയ ആളുകളാണ് ഇലക്ട്രോഫൈൽസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അവർ എന്ത് ചെയ്യും, നമ്മുടെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈലിൽ നിന്ന് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിലേക്ക് അട്രാക്ട് ചെയ്യുക. അങ്ങനെയാണ് അവർ ബോണ്ടിങ്ങിലേക്ക് ഏർപ്പെടുന്നത്. ഓക്കെ, ഇനി ന്യൂക്ലിയോഫൈൽ എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആണ്. ന്യൂക്ലിയോഫൈൽ ആണെന്നുണ്ടെങ്കിൽ അവർ ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്ന, അതാണ് മീൻ, ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ന്യൂക്ലിയോഫൈൽ. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യുക, അവരെ സംബന്ധിച്ചാണെങ്കിൽ ഇലക്ട്രോണ് റിച്ച് ആയ ആൾക്കാരാണ് അല്ലെങ്കിൽ സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈലുകൾ. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് അവരുടെ ചാർജ് എന്തായിരിക്കും, ഇലക്ട്രോണിന്റെ റിച്ച് ആയതുകൊണ്ട് തന്നെ അവരുടെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും അവർ നമ്മുടെ ഇലക്ട്രോഫൈലിലേക്ക് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ന്യൂക്ലിയോഫൈൽസ് ആർ ഇലക്ട്രോൺ റിച്ച് ആൻഡ് ആർ അട്രാക്റ്റഡ് ടു ഏരിയാസ് ഓഫ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് അല്ലെങ്കിൽ ഇലക്ട്രോഫിലിക് സെന്റേഴ്സ്. ദെൻ നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, ന്യൂക്ലിയോഫൈൽസ് ക്യാൻ ബി ന്യൂട്രൽ ഓർ നെഗറ്റീവ്ലി ചാർജ്. അതായത് അതിന്റെ ചാർജ് എന്തായാലും ന്യൂട്രൽ ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആവാം. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആരാണ് ഇലക്ട്രോഫൈൽ എന്ന്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ SO2ഉം SO3യും NF3H2. ഇതിൽ നമുക്കറിയുന്ന കാര്യമാണ്, ലോൺ പെയറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ന്യൂക്ലിയോ ഫൈൽ ആയിരിക്കും. ലോൺ പെയറിന്റെ പ്രസൻസ്, അതായത് അവിടെ നമുക്കറിയാം ഇലക്ട്രോൺ എന്താ റിച്ച് ആയിരിക്കുമല്ലോ ലോൺ പെയർസിൽ. അതായത് H2Oയെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ എന്താ, H2Oയിൽ 2 ലോൺ പെയർസ് ഉണ്ട്. അതേപോലെ NF3 അല്ലെങ്കിൽ NH3 തുടങ്ങിയതിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ലോൺ പെയറിന്റെ പ്രസൻസ് ഉണ്ട്. സോ NF3യും H2O എന്താണ്, ന്യൂക്ലിയോഫൈൽ ആണെന്ന് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി SO2 SO3 ഇവിടെ നോക്കുകയാണെങ്കിൽ SO2ഉം SO3യും ശരിക്കും തന്നെയാണ് ഇലക്ട്രോഫൈലിനാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോഫൈലിക് സ്വഭാവം കാണിക്കുന്നത് ആരാണ്, SO3 ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ആലോചിക്കുക, SO2 എന്ത് ഇലക്ട്രോഫൈൽ തന്നെയാണ്. പക്ഷെ നമുക്ക് PSC ഇതിന്റെ ഫൈനാൻസ് തന്നിട്ടുള്ളത് SO3 അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോഫിലിക് സ്വഭാവം കാണിക്കുന്നത് SO3 ആയതുകൊണ്ടായിരിക്കാം SO3 ആണെന്ത് ഇവിടെ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ആൻസർ ഐഡന്റിഫൈ ആൻ ഇലക്ട്രോഫൈൽ, ഇതിന്റെ ആൻസർ വരുന്നത് SO3 ആണ്. ഓക്കെ, അപ്പം നമുക്ക് തൽക്കാലം അന്ന് നമ്മൾ 10 മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്കിനി ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.